അവിടെ ഈ റമദാനിൽ നാം ഒരു തീരുമാനമെടുക്കും, ഖുർആൻ ധാരാളമായി അത് ഖത്തം തീർക്കും. അതോടൊപ്പം ഖുർആനിനെ ഒന്ന് ഓതി അതിന്റെ തർജ്ജമകൾ നോക്കി ഇത് മനസ്സിലാക്കും. സംശയങ്ങൾ വരുമ്പോൾ പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി അതിനെ നിവാരണം ചെയ്യുകയും ചെയ്യും. മാത്രമല്ല റമദാനിന്റെ രാത്രികൾ പകലിനേക്കാൾ ശ്രേഷ്ഠമാണ്. റമദാനിന്റെ രാത്രികൾ ശ്രേഷ്ഠമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കി നാളെ സിറാത്തിൽ നിൽക്കാനുള്ള കാലുകൾ, നാളെ മഹ്ശറിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാനുള്ള കാലുകളാണ്. ഈ കാലുകൾ കൊണ്ട് തറാവീഹ് നമസ്കാരത്തിന് അല്പം നിൽക്കി. ക്ഷീണമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, ഉറക്കം വരും, പിറ്റേന്ന് ജോലിക്ക് പോകാനുണ്ടാകും. ഇന്ന് അവസരമാണ്. ഇന്ന് നമുക്ക് നിൽക്കാൻ സമയമില്ല എങ്കിൽ 1 മണിക്കൂർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ട് തറാവീഹ് നമസ്കാരം നിൽക്കാൻ സമയമില്ല എങ്കിൽ ഒരു ദിവസം വരാനുണ്ട്. 50,000 വർഷം നിൽക്കേണ്ട ദിവസം, സിറാത്തിൽ നിൽക്കേണ്ട ദിവസം, കടന്നു പോകേണ്ട ദിവസം. അന്ന് നമുക്ക് മനസ്സിലാകും എത്ര നഷ്ടമായിരുന്നു എന്റെ റമദാനിന്റെ രാത്രികൾ, ഞാൻ എത്ര നഷ്ടമാണ് വരുത്തി. ഇന്ന് ഉമ്മത്തിൽ വലിയൊരു ശതമാനം, പ്രത്യേകിച്ച് ഉമ്മത്തിൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ തറാവീഹ് നമസ്കാരത്തിന് വില കൽപ്പിക്കപ്പെടുന്നില്ല. സുഹൃത്തുക്കളെ, നമുക്ക് എത്ര തന്നെ അവസരമാണ്, എത്ര അനുകൂലമായ അവസ്ഥകളാണ്. നാം വിലമതിക്കുന്നില്ലെങ്കിൽ ഈ അവസരങ്ങളെ നഷ്ടപ്പെട്ടു പോകും.